കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയേകാൻ മരണശേഷം നേത്രദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്ര വിതരണോദ്ഘാടനം പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തി. നേത്രദാനം മഹാദാനം എന്ന ആപ്തവാക്യവുമായി പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റും ഐബാങ്ക് അസോസിയേഷൻ, കേരള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കമാലി എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരാളുടെ നേത്രദാനം 2 പേർക്ക് കാഴ്ച നൽകാൻ സഹായിക്കും. മരണശേഷം 6 മണിക്കൂറിനുള്ളിലും 2 വയസ്സിനു മുകളിലുള്ളവർക്ക് നേത്രദാനം നടത്താം. പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ നേത്രദാന സമ്മതപത്ര വിതരണോദ്ഘാടനം കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി സെക്രട്ടറി ഫ്രാങ്കോ ജേക്കബിന് നൽകി നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫി അക്കരപ്പറ്റേക്കൽ, കൈക്കാരൻ AC ജോസഫ്, പാതുവ സിസ്റ്റേഴ്സ്, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ KA വർഗീസ്, ജെസി വർഗീസ്, ലൂയിസ് താണിക്കൽ, ബിജു ബാബു, ആനി ജോയ്, ജോസ് മേച്ചേരിപ്പടി എന്നിവർ പ്രസംഗിച്ചു. ഇടവകയിലെ 24 കുടുംബ യൂണിറ്റുകളിൽ നേത്രദാന സമ്മതപത്ര വിതരണം നടത്തിയാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ പോകുന്ന പല പള്ളികളിലും നേത്രദാന സമ്മതപത്രങ്ങൾ വാങ്ങുക മാത്രമല്ല, അതിൻ്റെ പുറകിൽ സന്നദ്ധ പ്രവർത്തകർ പ്രത്യേകമായിട്ട് പ്രവർത്തിച്ച് 150ഓളം നേത്രങ്ങളാണ് സ്വീകരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു വാടാനപ്പള്ളി പള്ളിയുടെ മാത്രം യൂണിറ്റിന് സാധിച്ചത്. അപ്പോൾ വാടാനപ്പള്ളിക്ക് 150 നേത്രങ്ങൾ കണ്ണില്ലാത്തവർക്ക് കൊടുക്കാൻ സാധിച്ചെങ്കിൽ പുത്തൻപീടികയ്ക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ചിന്ത.